ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഇപ്പോൾ ഒരു സമയം 6:30 കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുന്നു. ഇന്ന് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആറ്റുകാലമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള യാത്രയാണ്. ഞാനൊരു 6 മണിയായപ്പോൾ റെഡിയായി കഴിഞ്ഞു, പക്ഷേ വെളിച്ചം വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ആറ്റുകാൽ പൊങ്കാല 2-3 ദിവസം കഴിയുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ ഉത്സവം തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ദേവിയെ കാണുക, അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം, അങ്ങനത്തെ അവിടുത്തെ കുറച്ച് വിശേഷം. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റി വിടില്ല, പാർക്കിംഗ് ഒക്കെ ഇഷ്യൂ ആണ്. അപ്പോൾ ഓട്ടോയാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം. ഒക്കെ നല്ല ഒഴിഞ്ഞ് കിടക്കുന്നു. കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഒരു 6:45 ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ സജീവമായി തുടങ്ങും. 2 സൈഡിലും 2 വീലേഴ്സും പിന്നെ വഴിയോര കച്ചവടക്കാരും. ഈ ഏരിയ മുഴുവൻ അങ്ങനെയാണല്ലോ. ഇതാണ് നമ്മുടെ രാമചന്ദ്ര സ്ട്രീറ്റാണ്. സാധാരണഗതിയിലൂടെ ഭയങ്കര തിരക്കാണ്. ഈ സ്ട്രീറ്റിലെ കടകളൊക്കെ ഇങ്ങനെ സജീവമാകാനായിട്ട് ഓരോ കടയായിട്ട് ഇങ്ങനെ തുറന്ന് തുണികളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ അങ്ങോട്ട് ക്ഷേത്രങ്ങളാണ്, ചെറുതും വലുതുമായിട്ട്. പിന്നെ പത്മനാഭസ്വാമി ടെമ്പിൾ. ഇത് നമ്മുടെ ഹനുമാൻ ക്ഷേത്രം, നാഗരാജ ക്ഷേത്രം എല്ലാം ഇവിടെയാണ്. കൊച്ചു ഗണപതി, പത്മനാഭസ്വാമി അവിടെ കുളത്തിൻ്റെ ഒരു ഓട്ടോ ലക്കിന് കിട്ടി. അപ്പോഴത്തേക്ക് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം. ക്ഷേത്രവും നഗരവും ഭക്തപുളകിതമായി കഴിഞ്ഞു. കുംഭത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന ദിവസമാണ് പൊങ്കാല. പൊങ്കാലയ്ക്ക് മുൻപും പിൻപും ദേവിയെ ദർശിക്കണമെന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്തിൻ്റെ എല്ലാ വഴികളിലും ഐക്യത്തിൻ്റെയും അതിഥി സൽക്കാരത്തിൻ്റെയും ആതിഥ്യ മര്യാദയുടെയും കൂടിച്ചേരലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ഉത്സവ കാഴ്ചയാണ് ഈ പൊങ്കാല നാളുകളിൽ എല്ലാം തന്നെ. കിള്ളിയാറിൻ്റെ തീരത്തെ പ്രകൃതി രമണീയമായ കർഷക മേഖലയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിനുള്ളത്. കേരളത്തിലേക്ക് വന്ന കണ്ണകി ആദ്യം ആറ്റുകാലിലും പിന്നീട് കൊടുങ്ങല്ലൂരിലും ദേവീരൂപം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. മധുരയിൽ താമസിച്ചിരുന്ന ദമ്പതിമാരാണ് കോവലനും കണ്ണകിയും. നിത്യവൃത്തിക്ക് വഴിയില്ലാതെ കോവലൻ കണ്ണകിയുടെ നിർബന്ധപ്രകാരം തന്നെ തൻ്റെ കാൽ ചിലമ്പ വിൽക്കാൻ കൊണ്ടുപോയി. മധുരയിലെ സ്വർണ്ണ വിൽപ്പനക്കാരൻ തൻ്റെ കള്ളം മറച്ചു വയ്ക്കാനായി രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതായി ചിത്രീകരിച്ച് കോവിലനെ രാജാവിൻ്റെ മുന്നിൽ എത്തിക്കുന്നു. പാണ്ഡ്യരാജാവ് മോഷണക്കുറ്റം ചുമത്തി കോവിലനെ വധിക്കുന്നു. ഭർത്താവിൻ്റെ മരണവാർത്തയറിഞ്ഞ് കണ്ണകി സംഹാരരുദ്രയായി. കണ്ണകിയുടെ കോപാഗ്നിയിൽ പാണ്ഡ്യ രാജധാനിയായിരുന്ന മധുരാ നഗരം വെന്ത് ചാമ്പലായി. പിന്നീട് വൈഗയാറ് കടന്ന് കണ്ണകി കേരളത്തിലേക്ക് വന്നു എന്നാണ് വിശ്വാസം. ആറ്റുകാലിലെ മുല്ലുവീട്ടുകാരണവർക്കുണ്ടായ ഒരു സ്വപ്ന ദർശനമാണ് ഈ ക്ഷേത്രോൽപത്തിക്ക് കാരണമെന്ന് പറയുന്നത്. സന്ധ്യാവന്ദനത്തിനായി കിള്ളിയാറിലേക്ക് പോയ കാരണവർ മറുകരയിൽ പട്ടുപാവാട അണിഞ്ഞ ഒരു ബാലിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടുവെന്നും നീന്തി മറുകരയിലെത്തിയ അദ്ദേഹം കുട്ടിയെയും കൂട്ടി വീട്ടിലെത്തിയെന്നും പറയുന്നു. കുട്ടിയെയും കൂട്ടി വീട്ടിലെത്തിയ അദ്ദേഹം സന്ധ്യാവന്ദനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല എന്നും പകരം ആ കുട്ടി ദേവീ സാരൂപ്യം പ്രാപിക്കുന്നതായ സ്വപ്നം രാത്രിയിൽ കണ്ടുവത്രേ. സമീപത്തെ കുറ്റിക്കാട്ടിൽ പവിഴമല്ലിയുടെ ചുവട്ടിൽ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന സൂചനയും സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അതാണ് ആറ്റുകാൽ ക്ഷേത്രമായി പരിണമിച്ചത്. ആദ്യം തറവാടിൻ്റെ തെക്കതായിരുന്ന സ്ഥലം പിൽക്കാലത്ത് മഹാക്ഷേത്രമായി വികസിക്കുന്നു.
ഇവിടെ ഇപ്പോൾ KSRTCയുടെ ഒരു ബസ് സർവീസ് ഉണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും രാത്രി 7:30 മണിക്ക് ഗുരുവായൂരിലേക്ക്, പിറ്റേ ദിവസം ഗുരുവായൂരിൽ നിന്നും 1:30 മണിക്ക് തിരിച്ച് ഇവിടെ കൊണ്ടുവരും. ആ രീതിയിലൊരു ഈ മാസം 12-ാം തീയതി മുതൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ടെമ്പിൾ ടൂറിസം പോലെ KSRTCയുടെ ആണ്. ആറ്റുകാൽ ക്ഷേത്രം ടു ഗുരുവായൂർ അമ്പലം. ഇതാണ് ഇവിടുത്തെ നടപ്പന്തൽ. ഇത് കണ്ടോ, ഓരോരോ കൗണ്ടേഴ്സ്, ഓരോ പത്ര ഓഫീസുകൾ ഇവിടെ ഇങ്ങനെ അവരുടെ കൗണ്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനയുഗം, മാധ്യമം, കലാകൗമുദി, കേരള സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പ്. ആ സൈഡിൽ ഈ സൈഡിലും ഉണ്ട് ഇങ്ങനെ കൗണ്ടേഴ്സ്, ചെറിയ ചെറിയ ക്യൂബിക്കിൾസ് മാതിരി. ഇവിടെ വഴിപാട് അർച്ചന രസീത് കൗണ്ടറിൽ നിന്നും നമുക്ക് നാരങ്ങ വിളക്കിന് ഉള്ള ഇതെടുക്കാം. നാരങ്ങ വിളക്ക് ഇതിപ്പോൾ ഐശ്വര്യ വിളക്കാണ്. ഇത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് പല രീതിയിലുണ്ട്. ഇതിപ്പോൾ 10 നാരങ്ങ വിളക്കുണ്ടാകും, കുടുംബ വിളക്ക്, അങ്ങനെ പല പല പേരിലുണ്ട് കേട്ടോ. 10, 20. ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയി നീ പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ ദേവി തുണച്ചിടണേ അംബികേ ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയി നീ 1897 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ചെറുകര വലിയ വീട് അംഗമായ ജസ്റ്റിസ് ഗോവിന്ദപിള്ളയുടെ നേതൃത്വത്തിൽ കേരളീയ ശൈലിയിൽ ക്ഷേത്രം പുതുക്കി പണിതു. വരിക്കപ്ലാവിൻ്റെ കാതലിൽ ചതുർബാഹുവായ ദേവീ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചു. സ്വർണം പൂശിയ ദേവീ വിഗ്രഹമാണ് ഇപ്പോഴും ഭക്തർക്ക് ദർശനം നൽകുന്നത്. തമിഴ് ശൈലിയിലുള്ള ക്ഷേത്രഗോപുരവും പ്രദക്ഷിണ വഴിയും ചേർന്ന നിർമ്മാണത്തിന് 1966 അഭയാനന്ദ സ്വാമിയാണ് തറക്കല്ലിട്ടത്. ആറ്റുകാലമ്മ ആദ്യമെത്തിയ മുല്ലുവീടിൻ്റെ പൂമുഖം ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ സമീപത്തെ ദേവീവിലാസം NSS കരയോഗം ഹാളിൽ സൂക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ കണ്ട ഒരാളാണ്. അതായത് തോറ്റംപാട്ടിൻ്റെ ഒരു പുര ഇവിടെയുണ്ട്. അത് മധു ആശാനാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോണേ. ഇവിടെ പാടിക്കൊണ്ടിരുന്നത് എൻ്റെ അച്ഛനായ ഗോവിന്ദനാശാൻ, അദ്ദേഹത്തിൻ്റെ ഫാദർ. ഒരു കുടുംബത്തിൻ്റെ അവകാശമാണ് തോറ്റംപാട്ടെന്ന് പറയുന്നത്. അപ്പോൾ മധു ആശാൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് ഈ കുടുംബമാണ് പാടുക. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനായ മധു ഏൽക്കുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി 41 ദിവസം വ്രതം എടുത്താണ്. മുമ്പേ 41 ദിവസം വ്രതം എടുത്ത് ക്ഷേത്രത്തിൽ ഒന്നാം ഉത്സവ ദിവസം ദേവിയെ കൊടുങ്ങല്ലൂരിന്ന് പാടി ആവാഹിച്ചിട്ട് ശ്രീകോവിൽ ഒടവാളിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഡേ നടക്കുന്ന കാര്യമാണ്. അതാണ് എൻ്റെ ആചാരം. പിന്നെ അത് കഴിഞ്ഞ് ദേവിയുടെ തൃക്കല്യാണം, മാലപ്പുറം പാട്ട്. 3-ാമത്തെ ദിവസം തൃക്കല്യാണം ദേവിയുടെ. അപ്പം മാലപ്പുറം പാട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് 6-ൻ്റെ അന്ന് രാത്രി ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് 7:30 മണിക്ക് ക്ഷേത്രം തുറക്കുള്ളൂ. 7:30 മണിക്ക്, അതായത് 8-ാമത്തെ ദിവസം അല്ലേ? അല്ല, 7-ാമത്തെ ദിവസം 8 മണിക്ക് രാവിലെ 7:30 ക്ഷേത്രം തുറക്കുന്നത്. അപ്പോൾ തലേ ദിവസം, അതായത് രാത്രി 6-ാമത്തെ ദിവസം രാത്രി 1 മണിക്ക് ദേവിയുടെ ദുഃഖസൂചകം, അതായത് കണ്ണകി ദേവിയുടെ സങ്കല്പമാണല്ലോ അല്ലേ? ദേവിയുടെ ഭർത്താവിനെ കൊന്ന്
പിറ്റേന്ന് രാവിലെ ദേവി ഭർത്താവ് അന്വേഷിച്ച് പോയി പുനർജന്മം കൊടുത്ത് 7 മണിക്ക് തോറ്റ് 7:30 ക്ഷേത്രം തുറക്കും. 7 മണിക്ക് തോറ്റ് 7:30 ക്ഷേത്രം തുറക്കും. അത് 7th ഡേ, 7ാമത്തെ ദിവസം. അപ്പോൾ 9ന്റെ അന്ന് ദേവിയുടെ ഭർത്താവിന് ദേവി പാണ്ഡ്യനാട്ടിൽ പോയി പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരടങ്ങി തീർന്നു. അതായത് 9ാമത്തെ ദിവസം. അതാണ് സങ്കല്പം. ദേവി പ്രതികാര ദുർഗയായി പാണ്ഡ്യനാട്ടിൽ പോയി പാണ്ഡ്യരാജാവിനെ വധിച്ച് തിരിച്ചിവിടെ വന്ന് പണ്ടാരടുപ്പിൽ തീ വയ്ക്കും. അതാണ് പൊങ്കാല. അവിടെ നിന്നാണ് പൊങ്കാല. ഇവിടുത്തെ പണ്ടാരടുപ്പിൽ നിന്നാണ് പൊങ്കാല ആരംഭിക്കുന്നത്. അവിടെ നിന്ന് തീ പകർന്നാണ് എല്ലാ ഈ നാനാദേശം, അതായത് തിരുവനന്തപുരം സിറ്റിയുടെ പ്രാന്തപ്രദേശം ഉൾപ്പെടെ ഒരുപാട്. ഇത് സ്ത്രീകളുടെ ശബരിമലയാണ്. പാടി കുടിയിളക്കി എവിടെ കൊടുങ്ങല്ലൂരുമുണ്ട് സങ്കല്പം അല്ലേ? അതെ, കൊടുങ്ങല്ലൂർ അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ സങ്കല്പിച്ചിരുത്തുന്നതാണ്. അതുപോലെ തന്നെ 10ാമത്തെ ദിവസം തിരിച്ചതുപോലെ തിരിച്ച് കുടിയേറ്റും. അതാണ് ആ സങ്കല്പം. അതാണ് ഇവിടെ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ. തോറ്റംപാടി ആറ്റുകാൽ ദേവീക്ഷേത്രം, കൊഞ്ചറവിള ക്ഷേത്രം, പിന്നെ 3 മുക്കോലയ്ക്ക് ക്ഷേത്രം, 4 പഴഞ്ചിറ. ഈ 4 ക്ഷേത്രങ്ങളിലും ഈ കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ ഉള്ള ആരംഭമാണ്. ആ കുടുംബ പേരെന്താണ് ആശാൻ്റെ? എൻ്റെ പേര് ജി മധുവാശൻ. അതെ, കുടുംബം കുന്നത്ത് വീട് അല്ലേ? അപ്പോൾ ഈ കുന്നത്ത് വീട്ടുകാരുടെ ആണോ ഈ അവകാശം? പണ്ട് തൊട്ടേ അല്ലേ ഈ തോറ്റംപാട്ട് പാടുക അതല്ല. അപ്പോൾ ഇത് പാട്ടുപര എന്നാണ് പറയുന്നത് അല്ലേ? പാട്ടുപരയിലാണ് ഈ നടക്കുന്നത്. രാവിലെ മുതൽ പാട്ട്. എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം പാടുന്നത്? 7 മണിക്ക് തുടങ്ങി രാവിലെ 7 മണി. ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണി 1 മണിയാവും. അത്രയും നേരം പാടുമോ? രാവിലെ മുതൽ ഉച്ച വരെ? എന്നിട്ട് രാത്രി 1 മണിക്ക് പാടി ചിലപ്പോൾ അത് 3 മണിയാവും. 4 മണിയാവും. ചില വിളക്ക്. അപ്പോൾ ഇത്രയും സമയം പാടുകയാണ്, തോറ്റംപാട്ട് പാടുന്നു. ഓക്കെ. എൻ്റെ ഇത് നമ്മളുടെ സ്വന്തം ആളാണ് ജയശ്രീ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ പ്രധാനപ്പെട്ട ആളാണ്. ഇവിടെ വെച്ച് യാദൃശ്യമായിട്ട് കണ്ടാണ്. വലിയ സന്തോഷം. ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പതിവായിട്ട് ഇടയ്ക്ക് വീട്ടിൽ വന്ന് എന്നെ കാണാറുണ്ട്. നമ്മുടെ വീട്ടിലും വന്ന് കണ്ട്. ട്രിവാൻഡ്രമാണ്. ലക്ഷ്മിയുടെ മോ വിഷ്ണു, എൻ്റെ മോ വിഷ്ണു, ലക്ഷ്മിയുടെ മോള് അനു. അതെ, അത് മരുമോളാണ്. മോള് ഇപ്പൊ കുഞ്ഞു മോള് ചെയ്യും. ഓൾമോസ്റ്റ് മോള് എനിക്ക് മോള്. ഡോക്ടറിലോ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആളുമാണ്. ഓക്കെ. സഹസ്രനാമം ഉരുവിടുമെന്നെ നീ കാത്തരുളിടണേ എൻ മനതാരിൽ വാണരുളിടും നീ നൽവഴിയേ അമ്മേ നൽവഴിയേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ ആറ്റുകാലമ്മയുടെ ശിവേലി സമയമാണ്. വിഗ്രഹം അകമ്പടിയോടുകൂടി 3 വലതിങ്ങനെ കൊണ്ടുപോകും. ഭക്തി സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ വളരെയധികം കൃതാർത്ഥയാണ്.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. വെള്ളപ്പളുങ്ക് നിറമൊത്ത വിശുദ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലെഴും ശക്തി വെള്ളത്തിലെ തിരമാലകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടൻ സരസ്വതീ ദേവി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആറ്റുകാൽ അമ്മയെ തൊഴാൻ വന്നപ്പോഴും എന്നെ കൂടെ വന്ന് സഹായിച്ചതാണ്. ഇത് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി മെമ്പർ പ്ലസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മെമ്പറാണ് ശ്രീ ഹരികുമാർ. അപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ കൂടെ വന്ന് അപ്പോൾ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതൊരു വലിയൊരു ഭാഗ്യമായി എല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിപ്പോൾ നടന്ന് നമ്മൾ ശീവേലിയാണ് തൊഴുത് വന്നത്. അപ്പോൾ ഇതിങ്ങനെ 3 പ്രാവശ്യമല്ലേ ശീവേലി പോണേ, 3 പ്രാവശ്യം ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പോകും. നമുക്ക് കൂടെ പ്രാർത്ഥനയോടുകൂടി നടക്കാം. പിന്നെ ഇവിടെ കുത്തിയോട്ട കുട്ടികളുടെ അവരെല്ലാം ഇവിടെയാണ്, ഇതിൻ്റെ മേളിലാണ് അവർ താമസിക്കുന്നത്. താഴെയാണ് അവരുടെ ഒരു ചടങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇവിടുത്തെ കുത്തിയോട്ടം. അത് ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടോ? എത്ര വയസ്സ് വരെയാണ്? 10 മുതൽ 12 വരെ. 10 മുതൽ 12 വരെയുള്ള കുട്ടികൾ. എത്ര പേരുണ്ട് ഇപ്രാവശ്യം? 606 കുട്ടികളുണ്ട് കുത്തിയോട്ട വഴിപാടിനായിട്ട്. ഒന്ന് ആലോചിച്ചു, 7 ദിവസം ഇവിടെ താമസിച്ചിട്ടാണ് അവർ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഇവിടുത്തെ എല്ലാ ആചാരത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അവസാനത്തെ ദിവസം അല്ലേ, പൊങ്കാലയുടെ അന്നും അത് കഴിഞ്ഞിട്ട് ദേവിയെ അകമുടി സേവിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു ആറ്റുകാലമ്മേ
ദേവി ഭഗവതി കരുണാമയി നീയേ പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ ദേവി തുണച്ചിടണേ അംബികേ ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ ലളിതാ സഹസ്രനാമം ഉരുവിടുമെന്നെ നീ കാത്തരുളിടണേ എൻ മനതാരിൽ വാണരുളിയിടും നീ നൽവഴിയേ. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ആറ്റുകാലമ്മയെ തൊഴുതു, പ്രാർത്ഥിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. അമ്മേ നാരായണ. അതാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല സത്യത്തിൽ. നല്ല എന്താ പറയുക, ഒരു പോസിറ്റീവ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് കാര്യമായിട്ടല്ല. അപ്പോൾ എല്ലാ സഹായത്തിനും ശ്രീ ഹരികുമാർ ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു വലിയ കാര്യമായിരുന്നു. അല്ലെങ്കിൽ എല്ലാം വളരെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേര് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് പോകുമ്പോൾ ഞാൻ എന്തിനാണ് ബൈപ്പാസ് ചെയ്ത് പോകണമെന്നൊക്കെ ചോദിച്ചു. അത് ചില പ്രത്യേക സാഹചര്യം, അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതല്ല, അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് ചെയ്യുമ്പോൾ അത്രയും ടൈം എടുക്കും, നമുക്ക് അതിനുള്ള കൺവീനിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ടെമ്പിൾ ട്രസ്റ്റ് സമ്മതിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ടിംഗ് പേർപ്പസിനൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അല്ല നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ വെറുതെ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി മാത്രമായിട്ട് വരികയാണെങ്കിൽ ഷൂട്ടിംഗ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനും ക്യൂവിൽ നിന്ന് തന്നെ ആയിരിക്കും ദേവിയെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അതിലൊരു വേർതിരിവൊന്നും പ്ലാൻ ചെയ്യില്ല. നമ്മളെല്ലാവരെ പോലെ തന്നെ നമ്മൾ ക്യൂവിൽ നിന്ന് തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 8ാമത്തെ ദിവസമാണ് വന്നത്. അന്ന് കുറേ കൂടി തിരക്കാണ്. പക്ഷേ ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി കുറച്ച് 5 ദിവസം കൂടി 9ാമത്തെ ദിവസമാണ് പൊങ്കാല. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ ഹരികുമാർ ഇവിടുത്തെ ട്രസ്റ്റിയാണ്, പ്ലസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നത്? കാർത്തിക കല്യാണം. അപ്പോൾ ഇനി അടുത്ത വർഷം വീണ്ടും കാണാം അല്ലേ? ശരി. എനിക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും അതിൻ്റെ ഉള്ളിലുള്ള ഉപഗ്രഹങ്ങളായ ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും നാഗരാജാവിനെയും എല്ലാം കാണാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് മുജ്ജന്മ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. വൈകുന്നേരത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. ക്ഷേത്ര പരിസരത്ത് വന്നു കഴിഞ്ഞാൽ രാത്രികാലത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. ദീപാലങ്കാരം കൊണ്ട് മുഖരിതമാണ് ഈ പരിസരം ആകെ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ ദേവി തുണച്ചിടണേ അംബികേ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ ലളിതാ സഹസ്രനാമം ഉരുവിടുമെന്നെ നീ കാത്തരുളി
വാണരുളിയിടും നീ നൽവഴിയേ അമ്മേ നൽവഴിയേ സർവമംഗളമാംഗല്യേ വിളക്കുകെട്ടുകളുടെ പ്രഭയിൽ ക്ഷേത്രാങ്കണം മുങ്ങി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിളക്കുകെട്ടുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പൂവ് കൊണ്ടും കുരുത്തോല കൊണ്ടും വർണ്ണക്കടലാസ് കൊണ്ടും നിർമ്മിക്കുന്നതാണ് വിളക്കുകൾ. രൂപഭംഗിയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചിലവ് വരുന്നത്. പൂജ നടത്തിയ ശേഷം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് തിരിക്കുന്ന വിളക്കുകെട്ടുകൾ മുത്തുക്കുടിയുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായിട്ടാണ് പുറപ്പെടുന്നത്. നേരത്തെ നിർമ്മിച്ചു വയ്ക്കുന്ന ചട്ടക്കൂട്ടിലാണ് വിളക്കുകെട്ട് ഒരുക്കങ്ങൾ നടത്തുന്നത്. വിളക്കുകെട്ട് തലയിലെടുക്കുന്നയാൾ വ്രതം നോക്കിയാണ് ചടങ്ങുകൾ ചെയ്യുന്നത്. അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിലെത്തുന്ന വിളക്കുകെട്ടുകൾ ചുറ്റമ്പലം വലം വെച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും തിരിക്കുന്ന വിളക്കുകെട്ടുകൾ രാത്രി വൈകിയാണെങ്കിലും ക്ഷേത്രത്തിൽ ഒരുമിച്ച് എത്തുകയും നൃത്തം വയ്ക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് ഇവിടെ ഭക്തജനങ്ങളുടെ നല്ല തിരക്കുമുണ്ട്. അങ്ങനെ ആഘോഷമായി ആറ്റുകാൽ അമ്മയുടെ ഈ പുണ്യ ദിവസങ്ങൾ കടന്നു പോകുന്നു. നാളെയാണ് പൊങ്കാല മഹോത്സവം. എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇനി കാത്തിരിപ്പ് അതിനു വേണ്ടിയാണ്. ഉത്സവ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥനയോടെ ഞാനും ആ ദിവസത്തിനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ.